ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്താ ചപ്പാത്തിയുടെ കൂടെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കുക്കറിലിട്ട് വേവിക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതാ ഞാൻ 2 ഉരുളക്കിഴങ്ങും ഒരു സവാളയും 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതൊക്കെ നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും സെറ്റാവും. ഇനി ചീനച്ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഇതാ കറി വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഞാൻ ഒഴിക്കുകയാണ്. നമുക്ക് ഒഴിച്ച് നോക്കാം. എൻ്റെ അമ്മേ പുക ആകെ ആ വെള്ളത്തോട് കൂടി ഒഴിച്ചപ്പോൾ ഫുൾ മുഖത്തേക്കൊക്കെ ആകെ ആളിപ്പോയിട്ടാ. എന്നാലും കുഴപ്പമില്ല, ഞാൻ വേഗം ഫ്ലെയിമൊക്കെ കുറച്ച് അവിടെ നിന്ന് നീങ്ങി നിന്നു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഞാൻ എൻ്റെ മിക്ക മസാലകറികളിലും പെരിഞ്ചീരകം ഇത്തിരി ഇടാറുണ്ട്. അത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ മോന് നന്നായി കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കും. ഈ കറികളിൽ നിന്നൊക്കെ മിക്ക കറികളിൽ നിന്നും കഷ്ണങ്ങൾ നന്നായി കഴിക്കും. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ ഒന്ന് ഉടച്ചു, അല്ലെങ്കിൽ ഒന്ന് കുറുകി രസം ഉണ്ടാവില്ല. അങ്ങനെ ഉടച്ചില്ലെങ്കിൽ കുറുകി വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഉടച്ചു, ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. കറി സെറ്റായിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് ചപ്പാത്തിയിലേക്ക് പോകാം. ചപ്പാത്തി ഇതാ പല സൈസ് ചപ്പാത്തികളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, മാവ് കുഴച്ച് വെച്ചാൽ. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ മാവ് കുഴച്ചിട്ട് അതിലേക്ക് കുറച്ചൊന്നിങ്ങനെ പൊടി ഇങ്ങനെ വളർന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായി കുഴച്ച് കുറച്ച് നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ആവും എന്തായാലും ചപ്പാത്തി അത് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത്രയും നേരം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ, പിന്നെ അധികം പൊടിയൊന്നും ഇടാണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല കരിയാണ്ട് തന്നെ കിട്ടും, നല്ല സോഫ്റ്റ്. അങ്ങനെ ചപ്പാത്തി പരസ്യത്തിലൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര മോഹമാണ് കേട്ടോ. ഈ പൊടികളുടെയൊക്കെ വരാറില്ലേ പരസ്യം, അപ്പോൾ അങ്ങനെ പൊങ്ങി വരുമ്പോൾ എനിക്ക് ഇതേപോലെയൊക്കെ എന്നാ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എനിക്ക് അതിൻ്റെ ഐഡിയ കിട്ടി, ഞാൻ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ആ ചപ്പാത്തിയും കറിയൊക്കെ ശരിയായി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറിയുടെ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. ബായ്.